ഭരണഘടനയുടെ നിർമ്മാണത്തിൽ വിവിധ ആശയഗതികൾ സൂക്ഷിച്ചിരുന്ന ആളുകളുടെ ഇടപെടലുകൾ പഠനവിധേയമാക്കേണ്ട ഒന്ന് തന്നെയാണ്. വിവിധ രീതിയിലുള്ള മതദർശനങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ഭരണഘടനാ നിർമ്മാണത്തിൽ സ്വാധീനം ചെലുത്തി എന്നതുപോലെ തന്നെ വിവിധ ആശയധാരകളിൽ വിശ്വസിച്ചവരുടെ സക്രിയമായ പങ്കാളിത്തം കൊണ്ട് ഏറെ സവിശേഷതയുള്ളതാണ് നമ്മുടെ ഭരണഘടന. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഇടപെടലായിരുന്നു. യഥാർത്ഥത്തിൽ ഭരണഘടന എന്ന് പറയുന്ന ആശയം തന്നെ മുന്നോട്ട് വെക്കുന്നത് 1921 കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരനായ എം.എൻ. റോയിയാണ്. 1921 അഹമ്മദാബാദിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിയായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ആ സമ്മേളനത്തിൽ എം.എൻ. റോയ് തയ്യാറാക്കി അസ്രത് മൊഹാനി അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഇന്ത്യയിലൊരു ഭരണഘടനയുടെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആ പ്രമേയം കോൺഗ്രസ് അംഗീകരിക്കാതെ തള്ളിക്കളയുകയാണ്. ഭരണഘടനയെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അംഗീകരിച്ചില്ല, ഭരണഘടന എന്ന ആശയത്തെ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. തള്ളിക്കളഞ്ഞെങ്കിലും ആ പ്രമേയത്തിൽ അവതരിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയെ ഇങ്ങോളം സ്വാധീനിക്കുന്നതായി നമുക്ക് കാണാം. അന്നത്തെ ആ പ്രമേയം വോട്ടിനിട്ട് തള്ളിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ശ്രമം ഉപേക്ഷിക്കുന്നില്ല. 1927 ബോംബെയിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ഒരു ഭരണഘടനയുടെ കരട് അവതരിപ്പിക്കുന്നു. ആ കരടെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഭരണഘടന ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് പ്രധാനമായും ആ സമ്മേളനം ഊന്നിയത്. അതിൽ ജന്മിത്വത്തെ നിരോധിക്കണമെന്നും അയിത്തത്തെ ഇല്ലായ്മ ചെയ്യണമെന്നും ജാതി വംശീയതയെ ഇല്ലായ്മ ചെയ്യണമെന്നുമൊക്കെയുള്ള ആവശ്യത്തിലൂന്നിയാണ് അന്നത്തെ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. മീറത്ത് ഗൂഢാലോചന കേസിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്, ആ സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ചത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ അവകാശങ്ങൾ ഭരണകൂടം തന്നെ ഹനിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ടായാൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം 1927 നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ സവിസ്തരം ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നീട് 1944 ഒരു കരട് ഭരണഘടന തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാക്കുന്നുണ്ട്. എം.എൻ. റോയ് തന്നെയാണ് ആ ഭരണഘടനയ്ക്കും ചുക്കാൻ പിടിച്ചത്. 137 അനുച്ഛേദങ്ങളുള്ള ഭരണഘടന കേവലമായ ഭരണപ്രശ്നങ്ങളിൽ മാത്രമായിരുന്നില്ല ഊന്നിയത്. അത് രാജ്യത്തിൻ്റെ ജനങ്ങൾ, ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങൾക്ക് പോലും ഒരു നല്ല ലോകമുണ്ടാക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഭരണഘടനയുടെ അടിസ്ഥാനമായി പ്രവർത്തിക്കേണ്ടതെന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1944 ഒരു കരട് ഭരണഘടനയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന തൊഴിലിടങ്ങളിലെ ചൂഷണത്തിനെതിരെ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയൂന്നിക്കൊണ്ട് തൊഴിൽ സ്ഥലങ്ങളിലുള്ള വിവേചനത്തിനെതിരായി, തൊഴിൽ സ്ഥലത്തിലുള്ള ചൂഷണത്തിനെതിരായി ഒക്കെ ഒരു കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1944 തന്നെ ഒരു കരട് ഭരണഘടന തയ്യാറാക്കുന്നുണ്ട്. ആ ഭരണഘടന അംഗീകരിക്കുന്നില്ല എങ്കിൽ കൂടി പിന്നീട് വന്ന ഭരണഘടനാ അസംബ്ലിയിൽ ഈ കരട് ഭരണഘടനയെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുന്നു. ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ചർച്ചയ്ക്ക് വിധേയമായി കാണാം. ഭരണഘടനാ അസംബ്ലിയിൽ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രതിനിധിയായിരുന്നു ഉണ്ടായിരുന്നത്. ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള സോമനാഥ് ലാഹിരി എന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ അംഗം. ഒന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ വളരെ നിർണായകമാണ് എന്ന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ കാണാം. ഈ മൗലികാവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ന് കാണുന്ന അർത്ഥത്തിലുള്ള വിശാലമായ ഒരു മൗലികാവകാശ പ്രമേയമായിരുന്നില്ല അത്. ആ അവസരത്തിൽ സോമനാഥ് ലാഹിരി എന്ന കമ്മ്യൂണിസ്റ്റ് അംഗം എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, മിസ്റ്റർ പട്ടേൽ, യു ആർ റോങ് എന്ന്
തുടങ്ങിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഒരു പോലീസുകാരൻ്റെ, ഒരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കണ്ണിലൂടെയല്ല നാം മൗലികാവകാശങ്ങളെ കാണേണ്ടത്. ആ കണ്ണട എടുത്തു മാറ്റി ഒരു പൗരൻ്റെ കണ്ണിലൂടെ നിങ്ങൾ ഭരണഘടനയെ കാണാൻ ശ്രമിക്കൂ എന്ന് ഒരു താക്കീത് പോലെ ലാഹിരി പറയുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഭരണഘടന അത് ഭരണകൂടത്തേക്കാൾ മുകളിലായി ഒരു മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളെ ഇതിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നത് അത്തരമൊരു ഇടപെടലിലൂടെയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിച്ച ആളുകളുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ പഠനവിധേയമാക്കേണ്ട ഒന്ന് തന്നെയാണ്. 1921 അഹമ്മദാബാദ് കോൺഗ്രസിൽ വെച്ച പ്രമേയത്തിനകത്ത് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആ പ്രമേയത്തിനകത്താണ് ഇന്ത്യ എങ്ങനെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു മൂർത്തരൂപം എം.എൻ. റോയ് അവതരിപ്പിക്കുന്നത്. എം.എൻ. റോയ് തയ്യാറാക്കി അസ്രത് മൊഹാനി അവതരിപ്പിച്ച ആ പ്രമേയത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയും ഭാവി ഇന്ത്യയും എന്താവണം എന്നുള്ളതിനെ സംബന്ധിച്ച് മൂർത്തരൂപം ആ പ്രമേയത്തിൽ അടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ പൗരൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ച്, ചൂഷണത്തിനെതിരായ ഒരു നിലപാടുണ്ടാകേണ്ടതിനെ സംബന്ധിച്ചെല്ലാം ഭരണഘടനയിൽ ആലേഖനം ചെയ്യപ്പെടുന്നത് ഇത്തരം ആശയങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ്. ഇത് പഠന വിധേയമാക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.